ಮೆಣಗು ಹಾಕ್ಬೋದು, ಆಮೇಲೆ ತೆಂಗಾಯಿದು ಅದು ಮಾಡಿ ಹಾಕಿ, ಆಮೇಲೆ ಒಬ್ಬೊಬ್ರು ಆನಿಯನ್ ಹಾಕ್ತಾರೆ. ಇದು ವಿತೌಟ್ ಆನಿಯನ್ ಮಾಡ್ತಾ ಇರೋದು, ಸಿಂಪಲ್ ಆಗಿ ಮಾಡ್ತಾ ಇದೀವಿ. ಇಲ್ಲಿ ಯಾರು ಖಾರ ತಿನ್ನಲ್ಲ. ಖಾರ ಬೇಕಾದವರು ನೀವು ಬೇಕಾದ್ರೆ ಚಿಲ್ಲೀಸ್ ಹಾಕೊಳ್ಳಿ ಚೆನ್ನಾಗಿ, ಮತ್ತೆ ಇಂಜಿ ಹಾಕೊಳ್ಳಿ ಅಂತ ಎಲ್ಲ ಹೇಳ್ಬೇಕು. ಅದಾದ್ಮೇಲೆ ನಾವ್ ಈಗ ಹಾಕಿದ್ಮೇಲೆ ಇದೆಲ್ಲ ಹಾಕಿದ್ಮೇಲೆ ಚೆನ್ನಾಗಿ ಬೀಟ್ ಮಾಡ್ಬೇಕು. ಒಂದ್ಸಲಿ ಬೀಟ್ ಮಾಡಿದಾಗ ಅದರಲ್ಲಿ ಏರ್ ಎಲ್ಲ ಪ್ರೊಡ್ಯೂಸ್ ಆಗುತ್ತೆ. ಏರ್ ಪ್ರೊಡ್ಯೂಸ್ ಆದಾಗ ಅದು ಚೆನ್ನಾಗಿ ಬರುತ್ತೆ. ಇದು ಬೋಂಡಾ ತರ ಮಾಡ್ತಾ ಇರೋದು, ವಡೆ ತರ ನಾವು ಮಾಡ್ತಾ ಇಲ್ಲ ಅಂತ. ಇದು ಮಾಮೂಲಿ. ಬೇಕಾದ್ರೆ ಒಬ್ಬೊಬ್ರು ಅಕ್ಕಿ ಹಿಟ್ಟು, ಅರಸಿ ಮಾವು ಮಿಕ್ಸ್ ಮಾಡ್ತಾರೆ. ಅದು ಒಬ್ಬೊಬ್ರು ಮಾಡ್ತಾರೆ, ಒಬ್ಬೊಬ್ರು ಮಾಡೋದಿಲ್ಲ. ನಾವು ಸಿಂಪಲ್ ಆಗಿ ಇವತ್ತು ಮಾಡಿದೀವಿ. എന്തെങ്കിലും മനസ്സിലായോ? അതെന്താന്ന് വെച്ചാ ആന്റിക്ക് അറിയില്ലായിരുന്നു ഷൂട്ട് ചെയ്യാണ്. ആന്റി കന്നഡയാണ് ആക്ച്വലി. അപ്പൊ നിങ്ങളോട് എങ്ങനെയാ പറയേണ്ടത്, ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്, ഇത് എങ്ങനെയൊക്കെ ആക്കാന്ന് ആന്റി എനിക്ക് പറഞ്ഞു തരികയായിരുന്നു. അപ്പൊ ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ട് ആന്റി ആക്കുന്നത്. ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ മറന്നുപോയി. ഇതെന്താന്ന് വെച്ചാൽ ഇപ്പൊ സമയം 7 മണി ആവുന്നു. ഇനി ഒരു ഹാഫ് ആൻ അവറിൽ അങ്കിൾ ഓഫീസിൽ നിന്ന് വരും. അപ്പൊ ഒരു കുട്ടി സ്നാക്സ് ആക്കാന്ന് വിചാരിച്ചു. ഉഴുന്ന് വടയല്ല കേട്ടോ, അത് ആന്റി പ്രത്യേകം പറയാൻ പറഞ്ഞു. ഉഴുന്ന് വടയല്ല, ഉഴുന്ന് ബോണ്ട. അപ്പൊ ഇതിന്റെ റെസിപ്പി എങ്ങനെ ആക്കുന്നതെന്നൊക്കെ കാണിച്ചു തരാം. വായു. ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് മല്ലിയിലയും അതേപോലെ തന്നെ കുറച്ച് പച്ചമുളകും പിന്നെ കറിവേപ്പിലയും ആന്റി മിക്സ് ചെയ്യുന്നതാട്ടോ. ഇതിൽ ശരിക്കും കുരുമുളക് പൊടിക്കാത്ത കുരുമുളകും അതേപോലെ തന്നെ ഇഞ്ചിയും ഒക്കെ ആക്കും. അത് അങ്കിളിന് ആകൂല, അൾസറിന്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് അതൊന്നും ചേർത്തിട്ടില്ല. അതൊക്കെയാണ് ആന്റി എന്നോട് പറയാൻ പറഞ്ഞത് കേട്ടോ. ഇതിപ്പോ ആന്റി ഒരു 3 മണിക്കൂർ നമ്മുടെ ഉഴുന്നു പരിപ്പെല്ലാം പൊതിർത്ത് വെച്ചത് നന്നായിട്ട് അരച്ചെടുത്തതാണ്. അധികം ലൂസ് ആവാതെ നല്ല തിക്കായിട്ട്. ഇങ്ങനെ നന്നായിട്ട് എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യണം. ഞാൻ അങ്കിളെന്ന് നിனைச்சேன். അങ്കിൾ இல்லையா? எப்படி இருக்க அண்ணே? ഇതെന്താ സംഭവം എന്ന് മനസ്സിലായോ? അങ്കിളാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓടി വാതിൽ തുറക്കാൻ വേണ്ടി പോയതാ. പക്ഷെ അങ്കിൾ അല്ലായിരുന്നു, അങ്കിളിന്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫായിരുന്നു. രണ്ടാമത് ഞാൻ ഓടിപ്പോയി വാതിൽ തുറന്നപ്പോഴത്തേക്ക് അങ്കിൾ തന്നെയായിരുന്നു. പക്ഷെ അങ്കിൾ ഒളിഞ്ഞു നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പിന്നെയും അങ്കിളല്ല എന്ന് പറയുന്ന എക്സ്പ്രഷൻ ആയിട്ട് നിങ്ങൾ കണ്ടത്. അപ്പൊ അങ്കിളെത്തി. ഇനി നമുക്ക് ചായ വെക്കാം. ഇപ്പൊ ആന്റി എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം വറുത്ത് കോരിയില്ലേ, അത് ഒരു പ്രാവശ്യം കൂടി ഇട്ടാൽ നല്ല ക്രിസ്പി ആയിട്ട് വരും എന്നല്ല ആന്റി? ಹೀಗೆ ಒಂದ್ಸಲಿ ಮೇಲೆ ಕೆಳಗೆ ಈ ತರ ಮಾಡ್ಬಿಟ್ಟು ಕಲರ್ ಒಂದ್ ಸ್ವಲ್ಪ ಗೋಲ್ಡನ್ ಕಲರ್ ಬಂದ್ಮೇಲೆ ಇಮಿಡಿಯೇಟ್ ಆಗಿ ತೆಗೆದ್ಬಿಡ್ಬೇಕು. ഓക്കെ. നമുക്കിതിൻ്റെ കൂടെ ചട്നി ആക്കിയിട്ട് തിന്നാം. ഇനിയിപ്പോൾ കുഞ്ഞു മക്കളൊക്കെ ആണെങ്കിൽ നമ്മൾ ടൊമാറ്റോ കെച്ചപ്പ് ഇല്ലേ, അത് കൂട്ടി തിന്നാനൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ചൂടോടെ നമുക്ക് വെറുതെ തിന്നാനും നല്ല രുചിയാണ്. പിന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് സിമ്മിലാക്കിയിട്ട് വേണം ഇത് ആക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിപ്പോൾ ആൻറ്റി ചെയ്യുന്നുണ്ടോ, ഇടയ്ക്കിടയ്ക്ക് വെള്ളത്തിൽ മുക്കിയിട്ട് ഇങ്ങനെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഇങ്ങനെ ഉണ്ടയാക്കി ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എളുപ്പം ആകും. അതാട്ടോ ആൻറ്റി എനിക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കണേ. Baby, don't be sorry for me. Gonna just perfect story. You say
ആൻറ്റിയുടെ ബോണ്ട കഴിച്ച അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തൂ.